ഹലോ ഗായ്സ്, ഇന്നെനിക്ക് ക്ലാസ് ഇല്ലാത്തൊരു ദിവസമായിരുന്നു ഗൈസ്. അങ്ങനെ രാവിലെ എണീച്ചപ്പോൾ തന്നെ ഉമ്മ എന്നെ വിളിച്ചുകൊണ്ട് ഉമ്മയുടെ ഡ്രൈവിംഗ് ക്ലാസ്സിൽ പോയി. ഉമ്മാക്കും ജുനിക്കും നെട്ടെടുക്കണമായിരുന്നു ഗൈസ്. അങ്ങനെ അതിൻ്റെ പ്രാക്ടീസായിരുന്നു അവർക്ക്. അങ്ങനെ അവരതും ചെയ്തുകൊണ്ടിരുന്ന് ഞാൻ കുറേ നേരം അവരെ നോക്കിക്കൊണ്ടൊക്കെ അവിടെ ഇരുന്നു. അതിനുശേഷം ഉമ്മ എന്നെ വിളിച്ചുകൊണ്ട് ഉമ്മ കൊച്ചിലെ കണ്ട ഒരു സാധനമാണ്. ഉമ്മ കൊച്ചിലേക്കത് ഉമ്മാരുടെ വീടിൻ്റെ അവിടെയൊക്കെ ഉണ്ടായിരുന്നൊരു മരമായിരുന്നു ഗൈസ്. ഇപ്പം അങ്ങനെ ഇവിടെ ഒന്നും വലുതായിട്ട് കാണാറില്ല, പക്ഷെ ഇവിടെ വന്നപ്പോൾ അതവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനും ഉമ്മയും കൂടെ അവിടെ അതിലൊരു റെഡ് കളറിലൊരു എന്തോ ഒരു ചെറി പോലത്തെ ഒരു സാധനമുണ്ട്. ആ സാധനം നമുക്ക് തിന്നാൻ പറ്റും ഗൈസ്. അങ്ങനെ ഉമ്മ അതൊക്കെ പറിച്ച് തന്ന് ഞാനും ഉമ്മയും കൂടെ, ഞാനിത് ഫസ്റ്റ് ടൈമാണ് കഴിക്കണത്. പിന്നെ ഞാനും ഉമ്മയും കൂടെ അതൊക്കെ കഴിച്ച് നിന്നിട്ട് നോക്കിയപ്പോൾ അതിൻ്റെ സൈഡിലൊരു പട്ടി ഉണ്ടായിരുന്നു ഗൈസ്. പിന്നെ ആ പട്ടിയെ ഒന്ന് നോക്കി, പട്ടി വിളിച്ചപ്പോൾ പട്ടി ഒരു പുച്ഛഭാവം തന്നിട്ട് പോയി. പിന്നെ അതിന് ശേഷം ഞാൻ വീണ്ടും അവിടെ പോയിരുന്നു ഗൈസ്. പോയിരുന്നപ്പോൾ തറയിൽ കിടന്നൊരു സാധനമാണിത്. ഞാൻ ഉമ്മയുടെ കാണിച്ച് പോകുമ്പോൾ പറഞ്ഞത് വിശക്കാണെന്ന്. പിന്നെ അവിടെ കുറേ നേരം എന്നെ പോസ്റ്റ് അടിപ്പിച്ച് അവരിരുത്തിയിരുന്നു ഗൈസ്. കുറേ നേരം എന്ന് പറഞ്ഞാൽ കുറേ നേരം ഞാൻ ബോറടിച്ച് പോസ്റ്റായി അവിടെ ഇരുന്നു. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടുത്തെ ഒരു അങ്കിൾ വന്നിട്ട് പറഞ്ഞു റോഡ് ടെസ്റ്റിന് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാനും ഉമ്മയും ജുനിയും എല്ലാവരും കൂടെ റോഡ് ടെസ്റ്റിന് പോകാൻ വേണ്ടി ആ ഗ്രൗണ്ടിൽ നിന്ന് പുറത്തിറങ്ങി റോഡിലോട്ട് ഇറങ്ങി. അപ്പോഴത്തേക്ക് കണ്ണാടി എടുക്കാൻ മറന്നു ഗൈസ്. അങ്ങനെ പിന്നെ കണ്ണാടി എടുത്ത് കൊടുത്ത് അപ്പോൾ അവിടുത്തെ അങ്കിൾ ഉമ്മാക്കും ജുനിക്കും എങ്ങനെയൊക്കെ സിമ്പിൾ കാണിക്കണം, എങ്ങനെയൊക്കെ ഓട്ടിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയായിരുന്നു ഗൈസ്. പിന്നെ അവരവിടെ നിന്ന് കുറേ നേരം ഓട്ടിച്ചു. കുറേ നേരം എന്ന് പറഞ്ഞാൽ കുറേ നേരം ഓട്ടിച്ചു ഗൈസ്. പിന്നെ എന്നെ ബോറടിപ്പിച്ച് അവിടെ കുറേ നേരം പോസ്റ്റാക്കി ഇരുത്തുകയും ചെയ്തു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 2:45 ആയപ്പോഴത്തേക്ക് പോകാൻ സമയം, വീട്ടിൽ പോകാനേ. അങ്ങനെ നമ്മൾ നേരെ പോയി കാറിൽ കയറി നേരെ വീട്ടിൽ പോകുന്ന വഴിക്ക് ഞാൻ ഈ ഒരു പൂ പറിച്ചായിരുന്നു ഗൈസ്. സംഭവം ഞാനിത് മുല്ലപ്പൂ എന്നും പറഞ്ഞാണ് പറിച്ചത്, പക്ഷേ ഇത് മുല്ലപ്പൂ അല്ലായിരുന്നു ഗൈസ്. അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് വീടെത്തി